കാണുന്ന പ്രോഡക്റ്റ്സ് ഞങ്ങൾ ഡെംഡോക്ക് ആപ്പിൽ നിന്ന് മേടിച്ചതാണ്. ജിപേയിൽ റിവാർഡ് വെച്ചിട്ടാണ് മേടിച്ചത്. 3 പ്രോഡക്റ്റ് ഞങ്ങൾക്ക് ഫ്രീ കിട്ടിയതാണ്. മോയ്സ്ചറൈസറും ഫേസ് വാഷാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത്. ടോട്ടൽ 615 രൂപയ്ക്കാണ് ഞങ്ങൾ പർച്ചേസ്. ഈ കാണുന്നത് മോയ്സ്ചറൈസറാണ്. ഇത് 100 ഗ്രാമിന് 399 രൂപയാണ് റേറ്റ്. ഈ കാണുന്നത് ഫേസ് വാഷാണ്. ഇത് 80 ml-ന് 249 റേറ്റ്. ഇത് മോയ്സ്ചറൈസർ 10 ഗ്രാമിന് 129 റേറ്റ്. ഇത് ക്ലെൻസറാണ്. 30 ml-ന് 149 റേറ്റ്. സൺസ്ക്രീൻ 10 ഗ്രാമിന് 149 തന്നെയാണ് റേറ്റ്. ഇത് 3 ഞങ്ങൾക്ക് ഫ്രീ കിട്ടിയതാണ്. ഇത് ഈ കാണുന്ന ഐറ്റം ഉണ്ടല്ലോ, ഞങ്ങൾ ഇന്നലെ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയപ്പം ബേബി ഷോപ്പിൽ വെറുതെ കയറിയതാണ്. അപ്പൊ കണ്ടപ്പോ ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു ഐറ്റം ആണ് ഇത്. ഇതൊരു ബേബി ക്യാപ്പാണ്. തണുപ്പത്തൊക്കെ പിള്ളേർക്ക് ഇടാൻ പറ്റിയൊരു ക്യാപ്പാ. ഹാൻഡ് മെയ്ഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ മേടിച്ചപ്പോ ഇതിന് 399 രൂപയാണ് ആയത്. ഓൺലൈൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ റേറ്റ് എങ്ങനെയാണെന്ന്. അതിനകത്ത് ഞങ്ങൾ മേടിച്ച എമൗണ്ടിനേക്കാളും ചെറിയ എമൗണ്ട് ഒക്കെയാണ് കണ്ടത്. പക്ഷെ ക്വാളിറ്റി വൈസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് ഗുഡ് ക്വാളിറ്റി ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. തണുപ്പത്തൊക്കെ പിള്ളേർക്ക് വെക്കാൻ പറ്റിയ ബെസ്റ്റ് ഐറ്റം ആണ് കേട്ടോ. ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, കാരണം കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ. പക്ഷെ ഈ അൺബോക്സ് ചെയ്യുന്ന ഐറ്റം ഉണ്ടല്ലോ, അത് ഞങ്ങൾ ആരുടെയും അല്ല, ഞങ്ങളുടെ അനിയന്റെ സാധനമാണ്. അവനൊരു ഷൂ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അൺബോക്സിങ് എപ്പോഴും ഞങ്ങൾക്കൊരു ഹരമാണ്. ഷൂ എങ്കിൽ ഷൂ അൺബോക്സിങ് ചെയ്യാൻ കിട്ടിയ അവസരമല്ലേ, എങ്ങനെയാ പാഴാക്കുന്നത്? ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല കേട്ടോ. അടിപൊളി ഐറ്റം, നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ കാണുന്ന ഐറ്റം ഉണ്ടല്ലോ, എൻ്റെ ആൻറ്റി ദുബായിൽ നിന്ന് വിളിച്ച് പറഞ്ഞതാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ആർക്കും വേണ്ടിയിട്ടല്ല, ആൻറ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ആൻറ്റി ജൂലൈ 15 നാട്ടിൽ വരുന്നുണ്ട്, അങ്ങനെ വിളിച്ച് പറഞ്ഞതായിട്ടോ. വീട്ടിൽ വന്ന് മേടിച്ചോളാന്ന് പറഞ്ഞിട്ട്. ആൻറ്റി എല്ലാ വർഷവും നാട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഈ കാണുന്ന നേവി ബ്ലൂവിന് പകരം യെല്ലോ കളറായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പക്ഷെ കിട്ടിയത് ഈ കളറാണ്. ആന്റിയുടെ പെർമിഷനോടെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഇത് പൊട്ടിച്ച് നോക്കിയ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഈ കളർ ചേഞ്ച് ആയ കാര്യം ആന്റീൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ ആന്റി പറഞ്ഞു കളർ ഇനി ചേഞ്ച് ആക്കാനൊന്നും നിൽക്കണ്ട, ഇത് മതി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഞാൻ ഈ പൊട്ടിക്കാൻ കിടന്ന് പാടുപെടുന്ന ഈ ഇതേ ഡോക്ടർ ഷെത്തിന്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ. അത്യാവശ്യം മനസ്സിലാക്കാൻ ഇത്തിരി പാടുണ്ടായിരുന്നു. ഈ സൺസ്ക്രീൻ ആട്ടോ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന. ഇത് മാമർത്തിന്റെയും യൂസ് ചെയ്യുമായിരുന്നു, പക്ഷെ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴാണ്. ഇത് ബൈ 1 get 1 സെയിൽ നടന്നപ്പോൾ ഞാൻ വാങ്ങിച്ചാണ്. അതാണ് 2 സൺസ്ക്രീൻ ഉള്ളത്. ഒന്ന് ചേച്ചിക്കും കൊടുത്തൊന്ന് എനിക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അതാണ് 2 നല്ലതാട്ടോ. ഞാൻ ഇതിന് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്, നല്ല ഫേസ് വാഷ്. അതും സൺസ്ക്രീൻ അവിടെ നിന്ന് പൊട്ടിച്ച് കാണിച്ചു തരാവേ. ഇതാണ് സൺസ്ക്രീൻ. 50 ഗ്രാമിന്റെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. SPF 15 ഉണ്ട്, A+++ ഇതുമുണ്ട്. സൺ പ്രൊട്ടക്ഷന് കിട്ടുന്ന സൺസ്ക്രീൻ ആണ് ഇത്. ഓൾ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റുന്നതാണ് കേട്ടോ. ഡോക്ടർ ഷെപ്പിന്റെ എല്ലാ പ്രോഡക്റ്റും ഓൾ സ്കിൻ ടോൺ ടൈപ്പാണ്. ഞാൻ ഈ പൊട്ടിക്കാൻ പോകുന്ന ഐറ്റമേ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണേ. മോള് ഇരിക്കാൻ പ്രായമായല്ലോ, അപ്പം ഇരിക്കാനായിട്ട് നല്ലൊരു ചെയർ വേണ്ടേ. ഇതാവുമ്പോൾ കുഞ്ഞിന് ഇരിക്കുകയും ചെയ്യാം, നല്ല പ്രൊട്ടക്ഷനും കിട്ടും. അതായത് സൈഡെല്ലാം സപ്പോർട്ട് കിട്ടുന്ന ഒരു ചെയറാണ് ഇത്. ഞാൻ കാണിച്ചു തരാം. ഭയങ്കര പാടാണ് കേട്ടോ ഇത് പൊട്ടിക്കാനായിട്ട്. ഇതാണ് കേട്ടോ ചെയർ. നമുക്ക് അതെ ഇതൊക്കെ ഞാൻ ആദ്യം ഇത് പൊട്ടിക്കാന്ന് വിചാരിച്ച, പിന്നെ വിചാരിച്ചു കവർ നല്ല കവറായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതാണ് കേട്ടോ ചെയർ. കൊള്ളാം, നല്ല മെറ്റീരിയലാണ് കേട്ടോ. കുഞ്ഞിന് നല്ലപോലെ ഇരിക്കാൻ കഴിയുവേ. എല്ലാ സൈഡും സപ്പോർട്ട് കിട്ടുന്ന ടൈപ്പ് ഒരു ചെയറാണ് കേട്ടോ. നല്ല മെറ്റീരിയൽ, കൊള്ളാൻ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടെ.
അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റമേ, ഞാൻ നേരത്തെ ഒരു വീഡിയോനകത്ത് പറഞ്ഞായിരുന്നു, മൈജിയിൽ പോയ വീഡിയോനകത്ത് എനിക്ക് നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എമൗണ്ടിന് ബോൾ എടുക്കുന്ന ഗെയിമിനകത്ത് കളിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റോ അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത എമൗണ്ടിൻ്റെ പെർട്ടിക്കുലർ പെർസെൻറ്റേജോ എല്ലാം കിട്ടും. അങ്ങനെ ഞാൻ അതിനകത്ത് കൈയിട്ടപ്പം, അതായത് ഞാൻ ആ ഗെയിം കളിച്ചപ്പം എനിക്ക് കിട്ടിയത് ഈ സ്മാർട്ട് വാച്ചാണ് കേട്ടോ. ഞാൻ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഹാപ്പി അല്ല. കാരണം എന്തെങ്കിലും പെർസെൻറ്റേജ് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതായത് നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് നമുക്ക് സെലക്ട് ചെയ്ത് മേടിക്കാമല്ലോ. എന്താ പറയണ്ട, അത് കണ്ടതും ബില്ലടിച്ച് കഴിഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി കൂടിയെന്ന് തന്നെ പറയാം. അവിടെ പോയി ഇടുന്നത് എനിക്ക് ബോളിനകത്ത്, അതായത് ഒരു പെട്ടിനകത്ത് ബോളിട്ട് വെച്ചിരിക്കുകയാണ്. ഒരാളുടെ ആൽഫബറ്റ് ഉണ്ട്, എ മുതൽ ഓ വരെയുള്ള ആൽഫബറ്റ് ഉണ്ട്. അതിലിഷ്ടമുള്ള ആൽഫബറ്റ് നമുക്ക് എടുക്കാം. അങ്ങനെ ഞാൻ പോയി എടുത്തതിൽ എനിക്ക് കിട്ടിയത് ഈ ആണ്. അതിനകത്തുണ്ടായിരുന്നത് സ്മാർട്ട് വാച്ച് ആയിരുന്നു. പിന്നെ വീട്ടുകാരും കാര്യമായിട്ട് തന്നെ എന്നെ കളിയാക്കി, ആവേശം കൂടി പോയതിൻ്റെ കുഴപ്പമെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഈ പൊട്ടിക്കാൻ പോകുന്ന ഐറ്റമേ ഒരു ഹാഫ് ബർത്ത്ഡേയുടെ ഡെക്കറേഷൻ സെറ്റാണ്. ഏഞ്ചൽ ഭാവിക്ക് 23-ാം തീയതി ഹാഫ് ബർത്ത്ഡേ ആണ്. അപ്പം ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് കരുതി വീട്ടിൽ ഞങ്ങൾ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കേക്കൊക്കെ വെട്ടി ഒന്ന് ആഘോഷിക്കാമെന്ന് കരുതി. അപ്പം അതിന് വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഡെക്കറേഷൻ സെറ്റാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു കേക്ക് ടോപ്പറും ഒരു ബാനറും 25 ബലൂണും കൂടിയിട്ടാണേ. ഏഞ്ചൽ ബാബ അതിനിടയിൽ ഇത് എടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കൊടുത്തില്ല. അവസാനം ബേസ് ബോർഡ് മാത്രം അവളുടെ കയ്യിൽ കിട്ടി. ഇത് അത്യാവശ്യം വലുതാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയും ഉണ്ട്. ഞങ്ങൾ നോക്കിയപ്പം അത്യാവശ്യം കൊള്ളാം. ഞാൻ വേറെയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അതൊക്കെ ചെറുതൊക്കെ ആയിരുന്നു, ഇത് കൊള്ളാം. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞങ്ങൾ താഴെ കൊടുത്തേക്കാം, ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യണേ. ഞാനിപ്പോൾ പൊട്ടിക്കാൻ പോകുന്ന ഈ ഐറ്റമേ ഞങ്ങൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. മോക്കൊരു ഉടുപ്പാണ് എടുത്തത്. ജസ്റ്റ് വെറുതെ ഇങ്ങനെ മീഷോ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കണ്ടപ്പം കൊള്ളാം, നല്ല രസമുണ്ടെന്ന് തോന്നി. അങ്ങനെ പിന്നെ വാങ്ങിക്കാമെന്ന് കരുതി വാങ്ങിച്ചതാണ്. പ്രത്യേകിച്ച് ഒന്നിനും ഇടാനോ കാര്യത്തിനോ ഒന്നും അല്ല, വെറുതെ ഒന്ന് വാങ്ങിച്ചു. കണ്ടപ്പോൾ ഇഷ്ടമൊന്ന് തോന്നിയുണ്ട്. അതാണ് ഈ ഉടുപ്പ്. ഉടുപ്പ് കൊള്ളാം, നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണേ. ഇതാണ് കേട്ടോ ക്ലോത്ത്. ഇത് കോട്ടൺ ആണ് കേട്ടോ, നല്ല മരം പോലെ ഇരിക്കുന്ന ഒരു ടൈപ്പ് ക്ലോത്ത്, കോട്ടൺ ഇല്ലയോ അങ്ങനത്തെ ഉള്ള ലൈനിങ്ങും കൂടി വരുന്നുണ്ട് ഈ ഉടുപ്പിന്. നല്ല രസമുണ്ട് കേട്ടോ, കാണാനായിട്ട് കൊള്ളാം. മോക്കിടുപ്പ് എങ്ങനെ ആയിരിക്കും എന്ന് ഇട്ടിട്ട് കാണിച്ചു തരാവേ. ഈ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ഷൂ ആണ് കേട്ടോ. നേരത്തെ ഇതേ സെയിം ഷൂ ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അനിയൻ മേടിച്ചതാ, അവൻ മേടിച്ചതാ. അത് എക്സ്ചേഞ്ചിന് കൊടുത്തിട്ട് മേടിച്ചായിട്ടാണ് കേട്ടോ ഇത്. അത് സെയിം ഷൂ തന്നെയാണ് ഇതും. അതവൻ വീട്ടിൽ വന്നിട്ട്, അത് ആ ഡെലിവറി വന്ന സമയത്ത് അവൻ വീട്ടിലില്ലായിരുന്നു. അങ്ങനെ അവൻ വീട്ടിൽ വന്നപ്പോൾ അതെടുത്ത് നോക്കിയപ്പോൾ അതവൻ ചെറുതായിരുന്നു. അങ്ങനെ എക്സ്ചേഞ്ചിന് കൊടുത്ത് ഇച്ചിരി വലിയായിട്ടാണ് വെച്ച് മേടിച്ചത്. അതേ സെയിം ആണ് കേട്ടോ, കുറച്ച് ഫിക്സ് ആയിട്ട്. ഇതിന്റെ സൈസ് ഞാൻ കാണിച്ചു തരാം. ഇത് UK 9 ആണ്. അവൻ നേരത്തെ ഓർഡർ ചെയ്തത് UK 8 ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അവൻ റിട്ടേൺ ചെയ്തത്. റിട്ടേൺ അല്ല, എക്സ്ചേഞ്ച് ചെയ്തതാണ്. എന്നിട്ട് 9 ആക്കി മേടിച്ചു. ഇതാണ് കേട്ടോ, ബാക്കാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഈ കാണുന്ന ഐറ്റം ഉണ്ടല്ലോ, ഞാൻ കുറെ നാളായിട്ട് വിഷ് ലിസ്റ്റിൽ ഇട്ടിരുന്ന ഐറ്റമാണ്. കുറെ നാളെന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങളെന്ന് പറയാം കേട്ടോ. അൺബോക്സ് ചെയ്യുന്ന ഐറ്റം ഹെയർ ഓയിലാണ്. ഈ ഹെയർ ഓയിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട അന്ന് മുതലുള്ള എന്റെ ആഗ്രഹമാണ് കേട്ടോ, ഇത് വാങ്ങണമെന്ന്, ട്രൈ ചെയ്ത് നോക്കണമെന്ന്. കാരണം ഇതിന്റെ റിവ്യൂസ് തന്നെയാണ്, എല്ലായിടത്തും പോസിറ്റീവ് റിവ്യൂ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അങ്ങനെ ഫൈനലി ഞാനത് വാങ്ങി. ഞാൻ 500 ml ആണ് ഓർഡർ ചെയ്തത്. അപ്പൊ 200 ml 2 ബോട്ടിലും 100 ml ഒരു ബോട്ടിലാണ് എനിക്ക് കിട്ടിയത്. ഇതിനകത്ത് 200 ml 650 രൂപയാണ് ബോട്ടിൽ MRP ഇട്ടിരുന്നത്. 100 ml MRP 330 രൂപയുമായിരുന്നേ. ഞാൻ 1350 രൂപ ഇതിന്റെ പ്രൈസും ഡെലിവറി ചാർജ് 60 രൂപയുമായിട്ട് 1410 രൂപയാണ് പേ ചെയ്തത്. ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ്. കുറച്ച് നാളായിട്ട് അൺബോക്സിങ്ങിന്റെ സീരീസ് മാത്രമാണ് ചാനലിലോടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നിയാൽ സ്വാഭാവികം, കാരണം എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ഈ കാണുന്ന ഐറ്റം ഉണ്ടല്ലോ, ഇതൊരു സോക്സാ. എന്റെ അല്ല, അനിയൻ്റെതാ. കുറച്ച് പർച്ചേസ് നടത്തിയിട്ടുണ്ട് ഫ്ലിപ്പിന്ന്. അതിന്റെ ഭാഗമായിട്ട് ഓരോ ദിവസം ഓരോ കൊറിയർ വരുന്നുണ്ട് വീട്ടിലോട്ട്. അതുകൊണ്ട് തന്നെ അൺബോക്സിങ് ചെയ്യാനുള്ള ഐറ്റംസും കിട്ടുന്നുണ്ട്. എല്ലാം അവന്റെ സെലക്ഷൻ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പാക്ക് ഓഫ് 5 ഒരു സെറ്റ് സോക്സ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, തൊടുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ 5 കളറാണ്.
ഇതാ ഈ കാണുന്ന ഐറ്റം ഉണ്ടല്ലോ, രാത്രി 7 മണിയായിട്ടോ ഡെലിവേർഡ് ആയിട്ട് കൈ കിട്ടിയപ്പോ തന്നെ. നൈറ്റ് ആയതുകൊണ്ട് മൂടില്ലായിരുന്നു. ഇന്ന് അൺബോക്സിങ് ചെയ്യേണ്ട, നാളെ രാവിലെ അൺബോക്സിങ് ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ മാറ്റി വെച്ചേക്കുമായിരുന്നു. പക്ഷെ എന്റെ അനിയത്തിക്ക് സഹിക്കാൻ വയ്യ, അവർക്ക് ഇപ്പൊ തന്നെ അൺബോക്സ് ചെയ്യണമെന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു തർക്കത്തിന് ശേഷം അൺബോക്സിങ് ചെയ്യുവാണ്. ഇതൊരു ബേബി ക്യാരി ബെഡ് ആണ്. മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇതിന് പ്രൈസ് വരുന്നത് 216 രൂപയാണ്. ഇപ്പൊ ഇതിന്റെ റേറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് 216 ഉണ്ടായിരുന്നുള്ളൂ. മീഷോയിലെ പ്രോഡക്റ്റ് അല്ലേ, പ്രൈസിനൊക്കെ പെട്ടെന്ന് വേരിയേഷനൊക്കെ വരുന്നത്. പക്ഷേ ഇതുപോലുള്ള ക്യാരി ബെഡിലൊന്നും പ്രൈസ് നോക്കി മേടിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് ഇത് വാങ്ങിയതിന് ശേഷമാണ് കേട്ടോ മനസ്സിലായത്. ലൈഫിൽ തന്നെ ആദ്യമായിട്ടാട്ടോ ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിന്റെ മെക്കാനിസത്തിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. കുറച്ച് പാടുപെട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ രീതികളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാനേ. അതിനകത്ത് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു. അതിനകത്തെല്ലാം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വായിച്ചെടുക്കാനുള്ള ക്ഷമ പോലും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറെ യൂട്യൂബ് സെർച്ചും വീഡിയോസ് കണ്ടും എങ്ങനെയൊക്കെയോ അതിന്റെ ഒരുവിധം രീതികളൊക്കെ മനസ്സിലായി അത് ഒപ്പിച്ചെടുത്തു. പിന്നെ ആ ബാഗിൽ തന്നെ ഒരു ഡ്രോയും എക്സ്ട്രാ ഒരു ബെൽറ്റ് ഒക്കെ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഓർമ്മ വന്നേ, ഞാൻ നേരത്തെ പ്രൈസ് നോക്കി മേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലായിരുന്നു എന്നൊരു ഡയലോഗ് പറഞ്ഞില്ലായിരുന്നു. അതിന് കാരണം ഞാൻ പറഞ്ഞില്ലല്ലോ. കാരണം വേറൊന്നുമല്ല, അതിന്റെ ക്വാളിറ്റി തന്നെ കേട്ടോ. 216 രൂപയുടെ സാധനമല്ലേ, ക്വാളിറ്റിയൊക്കെ അത്രേ കാണും. പിന്നെ അത് വാങ്ങി കൈ കിട്ടിയതിന് ശേഷമാണ് ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി നടത്തിയത്. അതിൽ മനസ്സിലായി ഇതിന് പറയാൻ മാത്രം ക്വാളിറ്റിയും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന്. പിന്നെ മോക്ക് വേണ്ടി യൂസ് ചെയ്യുമ്പം നല്ല ബെസ്റ്റ് ക്വാളിറ്റിയുള്ള സാധനം യൂസ് ചെയ്യുന്നത് തന്നെയല്ലേ നല്ലത്. അതുകൊണ്ട് ഇതാ ഈ സാധനം അങ്ങ് റിട്ടേൺ ചെയ്തേക്കാന്ന് കരുതി റിട്ടേൺ കൊടുത്തിട്ടോ. ഇനി ഇതുപോലത്തെ നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിലെ ഒരു ഐറ്റം മേടിച്ചിട്ട് വരാൻ കേട്ടോ, ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട്. നമ്മൾ അതിനകത്ത് കടത്തി നോക്കിയിട്ടുണ്ടായിരുന്നു, ഇരുത്തുവാണ് ചെയ്തത്. അവള് നല്ല കൂളായിട്ടാട്ടോ അതിനകത്ത് ഇരുന്നത്. ആൾക്ക് പ്രത്യേകിച്ച് എക്സ്പ്രഷനോ കാര്യങ്ങളോ പേടിയോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ആർക്കും തോന്നിയില്ല. പക്ഷെ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് അല്ലേ, ആ വന്ന് വീണു പോകുമോ എന്നുള്ള ചെറിയൊരു പേടി. പിന്നെ ആദ്യമായിട്ട് ക്യാരി ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഒരു ക്യാരി ബെഡ് യൂസ് ചെയ്യുന്നത് നല്ലൊരു തോട്ടൊക്കെ തന്നെയാണ്. നമുക്കും കൊച്ചുങ്ങൾക്കൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. പക്ഷെ ഏതെങ്കിലും മേടിച്ച് യൂസ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. യൂസ് ചെയ്യുമ്പോൾ നല്ലത് തന്നെ യൂസ് ചെയ്യണ്ടേ. അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാതെ ഈ സാധനം ഞാനങ്ങ് റിട്ടേൺ ചെയ്തത്. ഈ കാണുന്നത് സെബാമത്തിന്റെ പ്രോഡക്റ്റ് തന്നെയാണ്. നേരത്തെ ഞാനൊരു വീഡിയോ സെബാമത്തിന്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രോഡക്റ്റിന്റെ കൂടെ ഓർഡർ ചെയ്ത സാധനം തന്നെയാണ് ഇതും. ആ പ്രോഡക്റ്റ് കൈ കിട്ടിയതിന് പിറ്റേ ദിവസമാണ് ഇത് ഞങ്ങൾക്ക് കിട്ടുന്നത്. സെബാമത്തിന്റെ ഫേസ് ആൻഡ് ബോഡി വാഷാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത്. ഈ ഹഗ്ഗീസിന്റെ ഡൈപ്പർ പാൻറ്റീസ് ഞങ്ങൾക്ക് ഫ്രീ കിട്ടിയതാണ്. നോട്ട് ഫോർ സെയിൽ എന്ന് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 6 പാൻറ്റീസ് ആണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. ഈ കാണുന്നത് ഫസ്റ്റ് ക്രൈന്ന് ഞങ്ങൾ മേടിച്ച സെബാമത്തിന്റെ പ്രോഡക്റ്റ്സ് ആണ്. സെബാമത്തിന്റെ എല്ലാ പ്രോഡക്റ്റ്സിനും 3 വർഷത്തെ എക്സ്പയർ ഡേറ്റ് ഉണ്ട്. പക്ഷേ ഒരു പാക്കേജ് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതായത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ ഇത് യൂസ് ചെയ്ത് തീർക്കണം. 1 വർഷത്തിന് ശേഷം യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചെറിയ ക്വാണ്ടിറ്റിയുള്ള പ്രോഡക്റ്റ്സ് നോക്കി വാങ്ങിയത്. സെബാമത്തിന്റെ പ്രോഡക്റ്റ്സിന് അങ്ങനെ പറയാൻ മാത്രം ഓഫറോ കാര്യങ്ങളൊന്നും ഇല്ല. കൂടിപ്പോയി 7%, 10% ഓഫറൊക്കെ ഓൺലൈനിൽ നമ്മൾ മേടിക്കുമ്പോൾ കിട്ടും. അതിപ്പോൾ നമ്മൾ സ്റ്റോറിൽ പോയി മേടിക്കുവാണെങ്കിൽ MRP തന്നെ കൊടുക്കുകയും വേണം. ഈ കാണുന്നത് ഫേഷ്യൽ ക്രീമാണ്. ഇത് 50 ഗ്രാമിന്റെ 2 ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് പൗഡറാണ്. പൗഡർ 100 ഗ്രാമിൻ്റെയാണ് വാങ്ങിച്ചത്. ബോഡി ലോഷൻ 100 ഗ്രാമിന്റെ പാക്ക് ഓഫ് 2 ആണ് വാങ്ങിയത്. പിന്നെ ഇത് ഷാമ്പു ആണ്. ഷാമ്പു ചെറുതാണ്, 50 ഗ്രാമിൻ്റെയാണ് മേടിച്ചത്. ഈ കാണുന്നത് ഞങ്ങൾ മോക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള പ്ലേറ്റുമാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇത് ആക്ച്വലി ആദ്യം ഒരെണ്ണം വാങ്ങി. അത് നല്ല പ്രോഡക്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ അത് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മാറ്റിൽ സെറ്റ് അഴുക്കുണ്ടായിരുന്നു. അതെന്തോ പൈസ കൊടുത്ത് മേടിച്ചതല്ലേ, ഇത് യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ അത് എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കിയപ്പം അത് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഇല്ല, അതിന് റിട്ടേൺ ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ അത് റിട്ടേൺ ചെയ്തിട്ട് രണ്ടാമത് വേറെ ബുക്ക് ചെയ്തു. ആ ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയ സാധനമാണിത്. പക്ഷേ ഇതിൻ്റെ പാക്കേജിങ് പോലും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ലൈറ്റ് ഉണ്ടല്ലോ, ലൈറ്റും സൗണ്ട് കേൾക്കുന്ന അതിനകത്ത് ഫുള്ളും സ്ക്രാച്ചും പിന്നെ ഒച്ചയൊക്കെ അതിൻ്റെ ഇരപ്പണൊക്കെ കേൾക്കുമായിരുന്നു. അതുകൊണ്ട് അതപ്പം തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് കൈ കിട്ടിയ സാധനത്തിനും സൗണ്ടിന് പ്രോബ്ലവും എന്തോ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. അതുകൊണ്ട് അതും അങ്ങ് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ആദ്യം മേടിച്ചത് മോള് നന്നായിട്ട് കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് അവളത് എൻജോയ് ചെയ്തു. വേറെ ഒരെണ്ണം വാങ്ങിക്കണമെന്ന് ഇനിയൊരു പ്ലാനും കൂടെ ഉണ്ട്. മോള് പ്ലേ ജിമ്മിൽ കളിക്കുന്ന വീഡിയോ കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്യാവേ. ഈ കാണുന്ന ഐറ്റം കണ്ടോ, ഇതൊരു സ്മാർട്ട് കപ്പാണ്. ഇതിനകത്ത് ഇങ്ങനെ ടാപ്പ് ചെയ്താൽ കണ്ടില്ലേ 61 ഡിഗ്രി സെൽഷ്യസ് കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞങ്ങൾ ചൂടുവെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്.
ഇത് സംഭവം ഫ്ലോപ്പാണ്, 12 മണിക്കൂറൊക്കെ ഇരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. 12 മണിക്കൂർ ഇരിക്കും എന്നൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ 12 മണിക്കൂറൊന്നും ഇതിനകത്ത് ഇരിക്കുന്നില്ല. തൽക്കാലം യൂസ് ചെയ്യാൻ കൊള്ളാം. ട്രാവലിംഗ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നില്ല. സൈസൊക്കെ ചെറുതാണ്, 500 ml ആണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ 500 ml വെള്ളമൊന്നും ഇതിനകത്ത് ഇരിക്കത്തില്ല. ഞാൻ ഇതേ പൊട്ടിക്കുന്ന ഈ ഐറ്റം കണ്ടോ, ഇതാണെങ്കിൽ ഞങ്ങള് യൂട്യൂബിന്റെ ആവശ്യത്തിനും പിന്നെ ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു സെൽഫി സ്റ്റിക്ക് ആണേ. പക്ഷേ ഇത് സാധാരണ ഒരു സെൽഫി സ്റ്റിക്ക് അല്ല, ഇതുകൊണ്ട് വേറെയും ഗുണങ്ങളുണ്ട്. വഴി ഞാൻ പറഞ്ഞു തരാം. ഇത് ഞങ്ങൾ മീഷോ എന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 150 രൂപയായിരുന്നേ. ഞാൻ ഓൺലൈനായിട്ട് പേ ചെയ്തുകൊണ്ടാണ് എനിക്ക് 150-ന് കിട്ടിയത്. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ 170 സംതിങ് എന്തോ ആണ് വരുന്നത്. ഞാനിപ്പോഴും ഓൺലൈൻ പേയ്മെന്റേ ചെയ്യാറുള്ളൂ. ഏത് ആപ്പിൽ നിന്ന് വാങ്ങിച്ചാലും അങ്ങനെ ചെയ്യാറുള്ളേ. അതാണ് ഒരു കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിങ്ങനെ നീട്ടിയിട്ട് ഇതിന്റെ അകത്ത് ഫോൺ നമുക്ക് ഹോൾഡ് ചെയ്യാമേ. എന്നിട്ട് താഴെയാണെങ്കിൽ നമുക്ക് ആ പ്ലാസ്റ്റിക് ഒരു ത്രികോണ ഷേപ്പുണ്ട്, അതിങ്ങനെ വലിക്കുമ്പോഴത്തേക്കും 3 രീതിയിൽ സ്പ്ലിറ്റ് ആയിട്ട് വരിക. അങ്ങനെ നമുക്കൊരു ട്രൈപോഡായിട്ട് അത് ഉപയോഗിക്കാം. പിന്നെ നീളുമ്പോഴത്തേക്കും 4 ടൈപ്പായിട്ട് നീളുക. അത് സ്റ്റീലാണ് ഐറ്റം വരുന്നത്. 4 ടൈപ്പ് നീണ്ടു വരുമ്പോഴത്തേക്കും നീളത്തിൽ നമുക്ക് ട്രൈപോഡ് പോലെ ഉപയോഗിക്കാം. പിന്നെ അത് സെൽഫി സ്റ്റിക്കായിട്ടും ഉപയോഗിക്കാം. താഴെ ഒരു ബട്ടണൊക്കെ വരുന്നുണ്ട്. ആ ബട്ടണിലാണ് നമ്മൾ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യേണ്ടത്. ഇത് താഴെ വെച്ച് നമുക്ക് ട്രൈപോഡ് ആക്കാം. നമ്മളുടെ നീളത്തിന് സെൽഫി സ്റ്റിക്ക് പോലെ അറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. 150-ന് എന്തുകൊണ്ടും വർത്തായിട്ടാട്ടോ തോന്നിയിട്ടുള്ളത്. നല്ല 150-നുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ മോളുടെ ബേബി കാരിയറിന്റെ അൺബോക്സിങ് വീഡിയോ ആണ്. ഞങ്ങള് ഇതൊരെണ്ണം മീഷോന്ന് ആദ്യം ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അതിന് പക്ഷെ ക്വാളിറ്റി ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളത് റിട്ടേൺ ചെയ്യാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ക്രൈന്നാണ് വാങ്ങിച്ചത്. ഫസ്റ്റ് ക്രൈന്ന് ബേബി ഹഗ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ് വാങ്ങിച്ചത്. റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോൾ ഇതിന് നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു. റേറ്റ് വന്നിട്ട് ഇതിന് ആപ്പിൽ കുറച്ചാ കാണിക്കുന്നത്. നമ്മൾ ഓർഡർ ചെയ്യുമ്പം എക്സ്ട്രാ GSTയും സർവീസ് അങ്ങനെയൊക്കെ പറഞ്ഞ് എക്സ്ട്രാ ചാർജ് വാങ്ങിക്കാറുണ്ട്. അതും കൂടെ കൂട്ടിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് 1500-നകത്തായിട്ടുണ്ടായിരുന്നേ. ക്വാളിറ്റി വൈസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇട്ടൊക്കെ നോക്കിയായിരുന്നു, കൊള്ളാം. നമുക്ക് ഹിപ്പ് സപ്പോർട്ടും കൂടെ കിട്ടുന്നുണ്ട് ഇതിന്. അതാകുമ്പോൾ നമുക്ക് കൊച്ചിത്തിരി കൂടെ വളരുമ്പോഴത്തേക്കും ഹിപ്പിൽ വെച്ച് ഉപയോഗിക്കാം. നമുക്കത് ഊരിയെടുക്കാനൊക്കെ പറ്റുന്ന ടൈപ്പാണ്. ഇതിന്റെ മെക്കാനിസവും വളരെ എളുപ്പമായിരുന്നു. മീഷോയിലുള്ളത് നമുക്ക് കുറെ ബെൽറ്റും കാര്യമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇടാനായിട്ടൊക്കെ എങ്ങനെയാണെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇത് പക്ഷെ നമുക്ക് കാണുമ്പോൾ തന്നെ ഇതിന്റെ മെക്കാനിസം ഒക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക് മൊത്തത്തിൽ യൂസ് ചെയ്തിട്ട് ഒരാഴ്ചയോളം യൂസ് ചെയ്തിട്ട് അതിന്റെ റിവ്യൂ ഇടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചേ. മോള് ഇതിലിരുന്നപ്പോഴൊക്കെ കംഫർട്ട് തന്നെ ആയിരുന്നു. നമുക്ക് കൈ വിട്ടിട്ടാണെങ്കിലും ഇരിക്കുക, അത്രയ്ക്കും നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ ഈ പൊട്ടിക്കാൻ പോകുന്ന ഐറ്റമേ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു റോംബറാട്ടോ. അത് മുയൽ തിമ്മി വരുന്ന ഒരു റോംബറാണേ. മോൾക്ക് വേണ്ടി മേടിച്ചതാണ്. കൈ കിട്ടുന്നവരൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ആയിരിക്കും ഇത്, മെറ്റീരിയൽ നല്ലതായിരിക്കുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ടെൻഷൻ അങ്ങ് പോയി. കാരണം നല്ല സോഫ്റ്റ് മെറ്റീരിയലായിരുന്നു, നല്ല രസവും ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞങ്ങൾ 6 to 9 month ആണ് ഓർഡർ ചെയ്തത്. മോൾക്കിപ്പം 6 month ആവാൻ പോകുന്നല്ല, അതുകൊണ്ടാണ് 6 to 9 month ഓർഡർ ചെയ്തത്. അവൾക്ക് വെച്ച് നോക്കിയപ്പോൾ കൊള്ളായിരുന്നു. നല്ല മാച്ചിങ്ങും കാര്യമൊക്കെ തന്നെ ആയിരുന്നു. അളവും കുഴപ്പമില്ല. കൈയും കാലും ഇത്തിരി വലുതാണെന്നേ ഉള്ളൂ, ബാക്കി ബോഡിയൊന്നും കുഴപ്പമില്ലായിരുന്നു. നല്ല റോംബറാണ്. ഈ ഞാനിപ്പോൾ പൊട്ടിക്കാൻ പോകുന്ന ഐറ്റമേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണേ. മോക്ക് രാത്രിയിൽ ഉറങ്ങുമ്പോൾ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന റോംബേഴ്സ് ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ കവർ ചെയ്യുന്ന ടൈപ്പ് റോംബറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. തല വരെ കവർ ചെയ്യും, അതായത് നമുക്ക് തൊപ്പിയൊക്കെ വരുന്ന ടൈപ്പ് റോംബറാണേ. കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. റിവ്യൂ ഒക്കെ നോക്കിയപ്പോഴും കൊള്ളാം, നല്ല റിവ്യൂ ആയിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അങ്ങ് 2 വരുന്ന പാക്ക് ഓർഡർ ചെയ്തത്. 2, ഒരു ബ്ലൂവും പിന്നെ ഒരു പ്രിന്റഡ് വരുന്ന, എന്തുവാ എൻ്റെ പേര്, കാറിന്റെ പ്രിന്റഡ് വരുന്ന
ഇത് റോംബറും ആയിരുന്നേ. ഞങ്ങള് 6 to 9 month ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. മോക്ക് ഇപ്പൊ 6 month ആവാൻ പോകുന്നുണ്ട്. 6 to 9 month ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതാണ് പ്രിന്റ് വരുന്ന റോംബർ. ഇതാണ് പ്ലെയിൻ റോംബർ, പ്രിന്റ് വരാത്ത റോംബർ. ഇതിന് രണ്ടെണ്ണത്തിനും കൂടിയിട്ട് 400 സംതിങ് എന്തോ വന്നു കേട്ടോ. രണ്ടെണ്ണത്തിനും കൂടിയിട്ടാണ് ഇത് വന്നിട്ടുള്ള. തൊപ്പിയും കൂടി വരുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ. നൈറ്റ് നമുക്ക് മഴ സമയം കൂടെ ആയതുകൊണ്ടാണ് ഇങ്ങനത്തുള്ളത് ഇടാന്ന് വിചാരിച്ചു. അതാണ് ഞങ്ങൾ ഇങ്ങനത്തുള്ളത് ഓർഡർ ചെയ്തത്. കൊള്ളാം, ക്വാളിറ്റി വൈസ് കൊള്ളാം കേട്ടോ. നല്ല കോട്ടന്റെ ക്ലോത്താ.